മുഖ്യമന്ത്രി പിണറായി വിജയന് ബി.ജെ.പിയോടുള്ള സ്നേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയത് പോലും അന്നത്തെ ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്. കൂത്തുപറമ്പിൽ 1970 മത്സരിക്കുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് പിണറായി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയത്. അന്നു മുതൽക്കേ ഉള്ള 50 കൊല്ലത്തിലധികമായി തുടരുന്ന ദൃഢബന്ധമാണ് ബി.ജെ.പിയുമായി പിണറായിക്കുള്ളത്. അത് കൃത്യമായും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതിഥികളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ പിണറായി ആ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖരന് ക്ഷണമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിണറായി ഇടപെട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് പിണറായിയുടെ മുന്നിലെ ഏക ലക്ഷ്യം. കാരണം തൻ്റെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വഴിത്തിരിവ് കൊണ്ടുവരാൻ ഒരു അച്ഛനെന്ന രീതിയിൽ കൂടി പിണറായിക്ക് ശ്രമിക്കേണ്ടതായുണ്ട്. അദ്ദേഹം ആദ്യം പരിഗണന കൊടുക്കുന്നത് തൻ്റെ കുടുംബത്തിന് തന്നെയാണ് എന്നുള്ള കാര്യം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ ചെയ്യാൻ പോകുന്നതിൻ്റെ വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബസമേതമാണ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ഒന്ന് ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയ്ക്കോ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനോ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ഒരാവശ്യവുമില്ല. എന്നാൽ അവരെ കൂടി ഉൾപ്പെടുത്തിച്ചിട്ട് മതി മീറ്റിംഗ് എന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയൊക്കെ അധംപതിക്കാം, അതിൻ്റെ എല്ലാ സൂചനകളും പിണറായി വിജയൻ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് രാജീവ് ചന്ദ്രശേഖരന് ഈ ഉദ്ഘാടന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാനുള്ള യോഗ്യത എന്ന് പലരും ചോദിക്കുമ്പോൾ ബി.ജെ.പി അതിനെക്കുറിച്ച് മറുപടി പറയുന്നത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണ് എന്നൊക്കെയാണ്. തിരുവനന്തപുരം എം.പി ആകേണ്ടിയിരുന്ന ആളാണ് എന്ന് ചില ബി.ജെ.പിക്കാർ പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശശി തരൂർ 16,000 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ മടക്കി അയച്ചു. എന്നാലും പിണറായി കൃത്യമായും രാജീവ് ചന്ദ്രശേഖരനെ മറക്കാതെ വിളിച്ചതിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു അണിയറയിൽ എന്ന് തന്നെയാണ് ചർച്ച വരുന്നത്. ഏതായാലും ഷാഫി പറമ്പിൽ പൊളിച്ചടുക്കുകയാണ്. വിഴിഞ്ഞത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട് എന്നും അദ്ദേഹം ഒരു അൺസങ് ഹീറോ, അതായത് പലരാരും ഓർമ്മിക്കപ്പെടാതെ ഇരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അതിൻ്റെ സാക്ഷാത്കാരത്തിന് എല്ലാ രീതിയിലും ശ്രമം നടത്തിയത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് എന്നതാണ് CPIയുടെ നേതാവായ സി ദിവാകരൻ തുറന്നടിച്ചിരിക്കുന്നത്. മാത്രമല്ല പിണറായി വിജയൻ വി.ഡി. സതീശനെ ഒഴിവാക്കാൻ ബോധപൂർവം നടത്തിയ നാറിയ കളിയും ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതായാലും വി.ഡി. സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് പോലും സൂചിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ നാമധേയം അത് കൃത്യമായും ഏതെങ്കിലും ഒരു മേഖലയിൽ ഇടാതിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ സംഭാവന കേരളത്തിലെ ജനങ്ങൾ ഓർത്തിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്നതും